എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. ഇത് കുറച്ച് ഗോതമ്പ് പൊടി മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടി എപ്പോഴെല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നതാണല്ലോ. നമുക്ക് ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മളെല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. ഇതിപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്. വലിയ സവാളയാണെങ്കിൽ 1 ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ 2 ചേർക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. പിന്നെ പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 ചേർത്താൽ മതി, എരിവ് കുറവാണെങ്കിൽ 3ഓ 4ഓ ചേർക്കാം. പിന്നെ ഇഞ്ചി, ഇതിപ്പോൾ 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്. ഞാൻ തേങ്ങ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ്. ഇനി തേങ്ങ അങ്ങനെ ചിരകി ചേർത്താലും കുഴപ്പമില്ല. ചിരകി ചേർക്കുമ്പോൾ ഒരു അരമുറിൻ്റെയും താഴെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ബൗളെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, ചെറുതായി അരിഞ്ഞ സവാള. പിന്നെ നമ്മളെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇപ്പോൾ ഒരു പിടി തേങ്ങാക്കൊത്തുണ്ടാവും, തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് വേണമെങ്കിൽ ചേർത്താമേ, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വ്യത്യാസമൊക്കെ വരുത്താം. ഇനി എരിവ് വേണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി, ചെറുതായി അരിഞ്ഞിട്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴക്കാം, പക്ഷെ അത്ര ടൈറ്റ് ആവണ്ട, കുറച്ച് ലൂസായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കും. പിന്നെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്നതിന് കുറച്ച് ലൂസായിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തത്, അത് ഫുള്ള് തീർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം എനിക്ക് ഇതിൽ മതിയായിട്ടുണ്ട്. നന്നായി നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം. വെള്ളം നന്നായി ഒന്ന് കയ്യിലിങ്ങനെ ആക്കി കൊടുക്കാം. കൈ നന്നായി ഒന്ന് തടവി കൊടുക്കാം. പിന്നെ അതിങ്ങനെ ചെറിയ ഉരുളി എടുക്കുക. കൈമ തടവുന്നത് കൈമ പറ്റി പിടിക്കാണ്ടിരിക്കാനാണ്. ചെറിയ ഉരുളി എടുത്തിട്ട് ഒന്ന് കൈമിൽ വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കും. നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഇങ്ങനെ പരത്തുന്നില്ല, അതുപോലെ നന്നായി അധികം കട്ടിയിലാക്കേണ്ട, കുറച്ച് കനം കുറച്ചിട്ട് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മളിത് ഷേപ്പാക്കും. നമ്മളിത് ഇങ്ങനെ എടുക്കാൻ കിട്ടും. പിന്നെ കൈ പറ്റില്ല, എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് കഴിയില്ല, കൈമിൽ ഇങ്ങനെ വെള്ളമാക്കി ചെറിയ
ഉരുളകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാകാം. ചെറുത് വേണമെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ വലുത്. കൈമണി നന്നായി പറ്റും. പരത്തിയതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് പൊതുവെ ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാറുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തീ എപ്പോഴൊരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. തീയിലെടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇടാൻ ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായാൽ, നല്ലൊരു ബ്രൗൺ കളറായാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് കളർ മാറി വന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കാരണം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആയി കിട്ടും. നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഇതിൽ വേണം. നമ്മളെപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കൈമിൽ വെള്ളമാക്കിയിട്ട് ആക്കിയാൽ അങ്ങനെ കൈമിൽ പറ്റി പിടിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഷേപ്പാക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം.
ആദ്യം ഇട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.